ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, ഏകാദശി ആശംസകൾ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. കഴിഞ്ഞ 2 ദിവസവും ഇവിടെ കുറച്ച് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കുകളായിരുന്നു. ഇൻവെർട്ടറിൽ ചില ഷോർട്ട് സർക്യൂട്ടുകൾ, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യലിസ്റ്റുകൾ ഇന്നലെ വന്നു. ഇന്നലെ വൈകുന്നേരം പുറത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പോരാ. ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വന്നതാണ്. ജൂലൈ 2-ന്
അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 59-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. ഞാൻ വൈകുന്നേരം നരകാസുരവധം കഥയാണ്. അതിലൂടെ ഭഗവാന്റെ 16,000 കന്യകമാരെ ഭഗവാൻ അഭയം കൊടുത്ത് സ്വന്തം പത്നിമാരായി അവരെ സ്വീകരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, മാഹാത്മ്യത്തിൻ്റെ കഥ നമ്മൾ ആദ്യം വായിക്കാം. എന്നിട്ട് നമുക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 59-തമോऽധ്യായഃ. രാജോവാച യദാ ഹതോ ഭഗവതാ ഭൗമോ യേന ച താഃ സ്ത്രിയഃ നിരുദ്ധായേതദാ ചക്ഷ്വ വിക്രമം ശാർഗധന്വനഃ. ശ്രീശുക ഉവാച ഇന്ദ്രേണ ഹൃതഛത്രേണ ഹൃതകുണ്ഡലബന്ധുനാ ഹൃതാമരാദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിതം. സഭാര്യോ ഗരുഡാരൂഢഃ പ്രാഗ്ജ്യോതിഷപുരം യയൗ ഗിരിദുർഗൈഃ ശസ്ത്രദുർഗൈഃ ജലാഗ്ന്യനിലദുർഗമം. മുരപാശായുതൈർഘോരൈഃ ദൃഢൈഃ സർവത ആവൃതം. ഗദയാ നിർബിഭേദാദ്രീൻ ശസ്ത്രദുർഗാണി സായകൈഃ. ചക്രേണാഗ്നിം ജലം വായും മുരപാശാൻ തഥാസിനാ. ശംഖനാദേന യന്ത്രാണി ഹൃദയാനി മനസ്വിനാം. പ്രാകാരം ഗദയാ ഗുർവ്യാ നിർബിഭേദ ഗദാധരഃ. പാഞ്ചജന്യധ്വനിം ശ്രുത്വാ യുഗാന്താശനിഭീഷണം. മുരശയാന ഉത്തസ്ഥൗ ദൈത്യഃ പഞ്ചശിരാജലാത്. ത്രിശൂലമുദ്യമ്യ സുദുർനിരീക്ഷണോ യുഗാന്തസൂര്യാനലരോചിരുൽബണഃ. ഗ്രസൻ ത്രിലോകീമിവ പഞ്ചഭിർമുഖൈഃ അഭ്യദ്രവത്താർക്ഷ്യസുതം യദോരഗഃ. ആവിദ്യശൂലം തരസാ ഗരുത്മതേ നിരസ്യ വക്ത്രൈർവ്യനദത്സ പഞ്ചഭിഃ. സ്വരോദസീ സർവദിശോന്തരം മഹാൻ ആപൂരയൻ അണ്ഡകടാഹമാവൃണോത്. തദാപതദ്വൈ ത്രിശിഖം ഗരുത്മതേ ഹരിശരാഭ്യാം അഭിനത്രിധൗജസാ. മുഖേഷു തം ചാപി ശരൈരതാടയത് തസ്മൈ ഗദാം സോപിരുഷാ വ്യമുഞ്ചത. താമാപതന്തീം ഗദയാ ഗദാം മൃധേ ഗദാഗ്രജോ നിർബിഭിദേ സഹസ്രധാ. ഉദ്യമ്യ ബാഹൂൻ അഭിധാവതോജിതഃ ശിരാംസി ചക്രേണ ജഹാരലീലയാം. വ്യസുഃപപാദാംബസി കൃത്തശീർഷോ നികൃത്തശൃംഗോദ്രിരിവേന്ദ്ര തേജസാം. തസ്യാത്മജാ സപ്ത പിതുർവധാതുരാഃ പ്രതിക്രിയാമർഷജുഷഃ സമുദ്യതാഃ. താമ്രോന്തരിക്ഷശ്രവണോ വിഭാവസുഃ വസുർനഭസ്വാൻ അരുണശ്ച സപ്തമഃ. പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ ഭൗമപ്രയുക്താ നിരഗന്ധൃതായുധാഃ. പ്രായുഞ്ജദാസാദ്യ ശരാൻ അസീം ഗദാഃ ശക്തിർഷ്ടിശൂലാനി അജിതേരുഷോൽബണാഃ. തച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈഃ അമോഘവീര്യഃ തിലശശ്ച കർത്തഃ. താൻ പീഠമുക്യാൻ അനയത് യമക്ഷയം നികൃത്തശീർഷോരുഭുജാംഗ്രിവർമ്മണഃ. സ്വാനീകപാൻ അച്യുതചക്രസായകൈഃ തഥാ നിരസ്താൻ നരകോധരാസുതഃ. നിരീക്ഷ്യ ദുർമർഷണ ആശ്രവന്മതൈഃ ഗജൈഃ പയോധിപ്രഭവൈർനിരാക്രമത്. ദൃഷ്ട്വാ സഭാര്യം ഗരുഡോപരിസ്ഥിതം സൂര്യോപരിഷ്ടാത് സതഡിദ്ഗണം യദാ. കൃഷ്ണം സ തസ്മൈ വ്യസൃജച്ഛദഗ്നീം യോധാശ്ച സർവേ യുഗപത്സ്മ വിവ്യതുഃ. തദ്ഭൗമസൈന്യം ഭഗവാൻ ഗദാഗ്രജോ
വിചിത്രവാചൈർനിശിതൈः ശിലീമുഖൈः നികൃത്തബാഹൂരുശിരോദ്രവിഗ്രഹം ചകാര തർഹ്യേവ ഹതാശ്വകുഞ്ചരം. യാനി യോധൈഃ പ്രയുഞ്ജാനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഃ ഹരിസ്താനി അച്ഛിനത്തീക്ഷ്ണൈഃ ശരൈഃ ഏകൈകശസ്ത്രിഭിः ഉഹ്യമാനഃ സുപർണേന പക്ഷാഭ്യാം നിഘ്നതാ ഗജാൻ ഗരുത്മതാഃ ഹന്യമാനാഃ തുണ്ഡപക്ഷനഖൈർഗജാഃ പുരമേവാവിശന്നാർത്താ നരകോ യുധ്യയുധ്യത ദൃഷ്ട്വാ വിദ്രാവിദം സൈന്യം ഗരുഡേനാർദിതം സ്വകം തം ഭൗമഃ പ്രാഹരത്ശക്ത്യാ വജ്രഃ പ്രതിഹതോ യതഃ നാകമ്പത തയാ വിദ്ധോ മാലാഹതൈവ ദ്വിപഃ ശൂലം ഭൗമോച്യുതം ഹന്തുമാദതേ വിദധോദ്യമഃ തദ്വിസർഗാത് പൂർവമേവ നരകസ്യ ശിരോ ഹരിഃ അപാഹരദ്ഗജസ്തസ്യ ചക്രേണക്ഷുരനേമിനാ. സകുണ്ഡലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലത് ഹാഹേതി സാധു ഇതി ഋഷയഃ സുരേശ്വരാഃ മാല്യൈർമുകുന്ദം വികിരന്തൈഡിരേ. തതശ്ച ഭൂഃ കൃഷ്ണമുപേത്യ കുണ്ഡലേ പ്രതപ്തജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയത് പ്രാചേദസം ഛത്രമധോ മഹാമണിം. അസ്തൗഷീദത വിശ്വേശം ദേവി ദേവവരാർച്ചിതം പ്രാഞ്ജലിഃ പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയാ. ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ത്വം വൈ ശിശൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ സംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. അഹം പയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതഃ പ്രപന്നാർത്തിഹരോപസാദിതഃ തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖിലകൽമഷാവഹം. ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തിനമ്രയാ ദത്വാ ഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർദ്ധിമത്. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരിഃ. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാ വവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. ഭൂയാത്പതിരയം മഹ്യം ദാദാ തദനുമോദതാം ഇതി സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഃ. താഃ പ്രാഹിണോദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഃ നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. ഐരാവതകുലേഭാംശ്ച ചതുർദന്താന്തരസ്വിനഃ പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ. ചോദിതോ ഭാരയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയത്പുരം. സ്ഥാപിതഃ സത്യഭാമായ ഗൃഹോദ്യാനോപശോഭനഃ അന്വഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധാസവലംബടാഃ.
യയാച ആനമ്യ കിരീടകോടിഭിഃ പാദൗ സ്പൃശന്നച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യതേ മഹാൻ അഹോസുരാണാം ച തമോദിഗാഢ്യതാം അധോ മുഹൂർത്ത ഏകസ്മിന്നാനാകാരേഷു താ സ്ത്രിയഃ യഥോഭയേ മേ ഭഗവാൻ താവദ്രൂപധരോ വ്യയഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗൃഹേഷു താസാം അനവായി അതർക്യകൃത് നിരസ്തസാമ്യാതിശയേഷ്വസ്ഥിതഃ രേമേ രമാഭിർനിജ കാമസംപ്ലുതോ യഥേതരോ ഗാർഹകമേദികാൻ ചരൻ. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം. ഭേജുർമുദാവിരതമേദിതയാനുരാഗഹാസാവലോകനവസംഗമജൽപലജ്ജാഃ പ്രത്യുദ്ഗമാസനവരാർഹണപാദസൗജതാംബൂലവിശ്രമണവീജന ഗന്ധമാല്യൈഃ കേശപ്രസാരശയനസ്നപനോപഹാര്യൈഃ ദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭഗവാന്റെ അഷ്ടമഹിഷി വിവാഹങ്ങൾ കഴിഞ്ഞ ശേഷം അതിലെ അവസാന ഒരു ശ്ലോകത്തിൽ, അഥവാ 58-ാമത്തെ അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ ശുഗബ്രഹ്മർഷി ഭഗവാന്റെ നരകാസുരവധവും അതിനോടനുബന്ധിച്ച 16,000 കന്യകമാരെ വിവാഹം കഴിച്ചതും ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്തു. അത് കേട്ട് തൃപ്തനാവാത്ത പരീക്ഷിത്ത് ഭഗവാന്റെ ആ നരകാസുരവധം കഥ, ആ 16,000 പേരെ എങ്ങനെയാണ് ഭഗവാൻ വരിച്ചത് എന്നുള്ളതായിട്ടുള്ള കഥ വിസ്തരിച്ച് കേൾക്കണം എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ 58-ാം അധ്യായം ആരംഭിച്ചത്. ശാർംഗധന്വനഃ വിക്രമ ഏതദാചക്ഷ. ശാർംഗധന്വാവായ ഭഗവാന്റെ ആ ഒരു നരകാസുരവധം എന്ന വിക്രമവും 16,000 കന്യകമാരെ ഭഗവാൻ തൻ്റെ ജീവിതത്തിലേക്ക് പത്നിമാരായി സ്വീകരിച്ചു. അവരെ പരിപാലിക്കാനുള്ളതായിട്ടുള്ള ഒരു ഒരു തൻ്റെ ഇടം, ഒരു ചങ്കൂറ്റം ആർക്കാണ്ടാവുക? എത്രയോ വലിയ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ പോലും അവരുടെ ഭാര്യമാർ തമ്മിലുള്ള മത്സരം കൊണ്ട് നശിച്ചു പോയിരിക്കുന്നു. ദശരഥൻ്റെയൊക്കെ കഥ ഉദാഹരണം അല്ലേ? അപ്പോൾ ആർക്കും എത്ര ശക്തന്മാരാണെങ്കിൽ പോലും എന്താ പറയുക, അനേക സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുപോവുക, അവരെയെല്ലാം സന്തോഷിപ്പിക്കുക, എല്ലാവരും ഒരുപോലെ തൃപ്തരായിരിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കെ ഭഗവാൻ ഇങ്ങനൊരു സാഹസം, ഒരു അത്ഭുതമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഭഗവാനായിട്ട് അങ്ങോട്ട് അവരെ വിവാഹം കഴിച്ചതാണോ, അതോ അവർ ഇങ്ങോട്ട് ഭഗവാനെ ആശ്രയിച്ചതാണോ, വരിച്ചതാണോ? അതെല്ലാം ഇതിൻ്റെ
രഹസ്യം അറിയണം. ഭഗവാന് സ്ത്രീകളോട് വല്ല ഭ്രമമുണ്ടോ, അതോ ഭഗവാന്റെ കാരുണ്യമാണോ ഇതിൻ്റെ പുറകിൽ? ഇത് തിരിച്ചറിയണമെങ്കിൽ കഥ മുഴുവൻ അറിയണം. അപ്പം അതിനാണ് തനിക്ക് മാത്രമല്ല ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ആ ഒരു പരാക്രമത്തെക്കുറിച്ച്, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയണം. അതാണ് പരീക്ഷത്തിൻ്റെ ഒരു സങ്കല്പം. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷിയോട് വിശദമായി പറയാൻ ആഗ്രഹിച്ചു, ചോദിച്ചു. അതിന് മറുപടിയായിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി കഥ ആരംഭിച്ചത്. ഇന്ദ്രന്റെ കുടയും അതിഥിദേവിയുടെ കുണ്ടലങ്ങളും നരകാസുരൻ അപഹരിച്ചപ്പോൾ, അത് മാത്രമല്ല ഒരു അദ്രിസ്ഥാനം, അമരാദ്രിസ്ഥാനം, മേരുപർവ്വതത്തിലുള്ള ഇന്ദ്രന്റെ സ്ഥാനത്തെയും നരകാസുരൻ അപഹരിച്ചു. അപ്പോൾ ഭഗവാൻ ഭൗമചേഷ്ടിതം ജ്ഞാപിത, ഇന്ദ്രേണ ജ്ഞാപിത, ഇന്ദ്രനാൽ ചെന്ന് അറിയിക്കപ്പെട്ടു ഭഗവാൻ ആ ഭൗമന്റെ ചേഷ്ടിതം. ഭഗവാൻ ഗരുഡാരൂഢനായി ഭാര്യാസമേതനായി പ്രാഗ്ജ്യോതിഷം എന്ന നരകാസുരന്റെ പുരിയിലേക്ക് യാത്രയായി വിവിധങ്ങളായ ദുർഗങ്ങൾ കടന്ന് ആ മുരാസുരൻ എന്നതായിട്ടുള്ള ആ അസുരൻ 5 തലയുള്ള സർപ്പാകൃതിയിൽ കോട്ടയ്ക്ക് കാവൽ കിടക്കുന്നുണ്ടായിരുന്നു കിടങ്ങിൽ. അവൻ ഭഗവാന്റെ ആ ശംഖനാദവും മറ്റും കേട്ട് അവിടുന്ന് പൊങ്ങി വന്നു. പാഞ്ചജന്യധ്വനിം ശ്രുത്വ യുഗാന്താശനി ഭീഷണം മുരശയാന ഉത്തസ്തൗ ദൈത്യ പഞ്ചശിരാ ജലാത്. ജലത്തിൽ ശയിക്കുകയായിരുന്ന 5 ശിരസ്സുള്ള മുരൻ എന്ന അസുരൻ പൊങ്ങി വന്നു. ഭഗവാന്റെ നേരെ ശൂലം ചുഴറ്റി എറിഞ്ഞു, ഉയർത്തിക്കൊണ്ട് എറിഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? തഥാപതദ്വൈ തൃശികം ഗരുത്മതേ ഹരിശരാഭ്യാം അഭിനത്രിധൗജസ. ഭഗവാൻ 2 ശരങ്ങളെ കൊണ്ട് ആ ശൂലത്തെ 3 കഷ്ണങ്ങളാക്കി ഓജസ്സോടുകൂടെ മുറിച്ചു കളഞ്ഞു. ഗരുഡന്റെ നേർക്കാണ് ശൂലം പ്രയോഗിച്ചത്. ആ ശൂലത്തെ 3ആക്കി ഛേദിച്ചു കളഞ്ഞു. മുഖേഷു തംചാവി ശരൈരതാടയത് തസ്മൈ ഗതാംസോവി വൃഷാവ്യമുഞ്ചത. അവന്റെ വായിൽ നിറച്ച് 5 മുഖങ്ങളിലേക്കും അസ്ത്രങ്ങൾ നിറച്ചു. ആ സമയത്ത് അവൻ ഗദയെ കൊണ്ട് ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. താം ആപതന്തീം ഗതയാ ഗതാമൃതേ ഗതാഗ്രജോ നിർബിബിദേ സഹസ്രത. തന്റെ നേരെ പാഞ്ഞു വരുന്ന ആ ഗതയെ ഗതാഗ്രജനായ ഭഗവാൻ തന്റെ ഗത കൊണ്ട് 1000കണക്കിന് കഷ്ണങ്ങളാക്കി ധൂളാക്കി ചെയ്തു. ഉദ്യമ്യ ബാഹൂൻ അഭിതാവതോചിത ശിരാംസി ചക്രേണ ജഹാരലീലയ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഭഗവാന്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള മുരാസുരനെ ഭഗവാൻ തന്റെ ചക്രം കൊണ്ട് 5 ശിരസ്സുകളെയും ലീലയാ ജഹാര, ലീലയായിട്ട് ഹരിച്ചു കളഞ്ഞു. അങ്ങനെ ശിരസ്സുകൾ ഛേദിക്കപ്പെട്ടവനായിട്ടുള്ള അവൻ പ്രാണൻ പോയവനായി അംബസി പപാത, ആ കിടങ്ങിലേക്ക്, വെള്ളത്തിലേക്ക് തന്നെ പതിച്ചു. നികൃത്ത ശൃംഗോ അദ്രിരിവ ഇന്ദ്ര തേജസ. ഇന്ദ്രൻ തന്റെ തേജസ്സായ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ കൊടിമുടികളെയെല്ലാം മുറിച്ചിടുമ്പോൾ അവ എങ്ങനെയാണ്, അതിൻ്റെ പർവ്വതദേഹം എങ്ങനെയാണോ വെള്ളത്തിൽ വീഴുന്നത് അതുപോലെ. അതേ സമയത്താണ് തസ്യ ആത്മജാഹ സപ്ത, അവന്റെ 7 പുത്രന്മാർ പിതൃവധാതുരാഹ, പിതാവിനെ വധിച്ചതിൽ ആതുരരായിട്ട് പരവശരായിട്ട് പ്രതിക്രിയാമർഷജുഷ സമുദ്യതാഹ, അവരുടെ പ്രതിക്രിയ ചെയ്യുവാൻ, പ്രതികാരം ചെയ്യുവാൻ, അമർഷം അഥവാ കോപം വഹിച്ചുകൊണ്ട് അതിനെ സേവിക്കുന്നവരായിട്ട്, കോപത്തോടു കൂടിയവരായിട്ട് ഉദ്യതരായി, യത്നം ചെയ്യുന്നവരായി എന്ന് പറഞ്ഞു. ആ മുരാസുരന്റെ 7 മക്കൾ, അവരുടെ പേരെടുത്ത് പറയുന്നു. ആ 7 പേരും ഭഗവാനോട് ഒരേ സമയം യുദ്ധത്തിന് വരുന്നതിനെ വർണ്ണിക്കുകയാണ്. അവരെ ഭഗവാൻ വധിക്കുന്നു. അതിനുശേഷമാണ് ഭഗവാൻ നരകാസുരനുമായി യുദ്ധം ചെയ്യുന്നതും നരകാസുരനെ വധിക്കുന്നതുമായിട്ടുള്ള കഥ. നമുക്ക് 12ാം ശ്ലോകം മുതൽക്ക് തുടരാം. ഇന്നലെ 11ാം ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓം
താമ്രോന്തരിക്ഷശ്രവണോ വിഭാവസുഃ വ്യസുർനഭസ്വാൻ അരുണശ്ച സപ്തമഃ പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ ഭൗമപ്രയുക്ത നിരഗന്ധൃതായുധാഃ. താമ്രോന്തരിക്ഷശ്രവണോ വിഭാവസുഃ വ്യസുർനഭസ്വാൻ അരുണശ്ച സപ്തമഃ പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ ഭൗമപ്രയുക്ത നിരഗന്ധൃതായുധാഃ. ഭൗമൻ, ഭൂമിപുത്രനായിട്ടുള്ള നരകാസുരൻ, അദ്ദേഹത്താൽ പ്രയുക്താഹ എന്ന് പറയുന്നത് ഭൗമപ്രയുക്താഹ, ഭൗമനാൽ പ്രേരിതരായിട്ട് പ്രയോഗിക്കപ്പെട്ടവരായിട്ട് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ധൃതായുധാഹ നിരകൻ, ധൃതായുധാഹ ആയുധങ്ങൾ ധരിച്ചവരായിട്ട് അകൻ എന്ന് പറഞ്ഞാൽ ഗമിച്ചു എന്നാണ്. അഗമൻ നിർഗമിച്ചു എന്ന് പറഞ്ഞാലോ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു, ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് എതിരേറ്റ് വന്നു എന്നർത്ഥം. ആരെ മുൻനിർത്തിക്കൊണ്ട് എന്ന് പറയുന്നത് പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ യുദ്ധത്തില് ചമൂപതിം പീഠം പുരസ്കൃത്യ. ഭൗമാസുരന്റെ മറ്റൊരു സേനാനായകനാണ് പീഠൻ എന്ന് പറഞ്ഞ ഒരാള്. ആ പീഠനെ പുരസ്കൃത്യ മുന്നേ നടത്തിക്കൊണ്ട്, പീഠൻ നായകനായിക്കൊണ്ട്, പീഠം എന്നുള്ളത് നമ്മുടെ ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. പീഠൻ എന്നുള്ളത് പീഠഹ പുല്ലിംഗ ശബ്ദം. അതോടെ നരകാസുരന്റെ ഒരു സേനാനായകനാണ് ചമൂപതി എന്ന് പറഞ്ഞു. ചമൂപതി, ചമുവിന്റെ പതി, ചമു എന്നാൽ സേന. അപ്പൊ സേനാപതിയായിട്ടുള്ള പീഠനെ മുൻനടത്തിക്കൊണ്ടും യുദ്ധത്തിൽ മൃധേ ഭൗമപ്രയുക്താഹ ധൃതായുധാഹ നിരകന്, ഭൗമനാൽ പ്രയോഗിക്കപ്പെട്ടവരായ ഈ പറഞ്ഞ ആളുകളെല്ലാം നിർഗമിച്ചു, ആയുധങ്ങൾ ധരിച്ചവരായിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 വരിയിൽ പറഞ്ഞത് മുരാസുരന്റെ 7 മക്കളാണ്. താമ്രോ അന്തരീക്ഷ ശ്രവണോ വിഭാവസുഃ വസുഃ നഭസ്വാൻ അരുണശ്ച. സപ്തമഃ എന്ന് പറഞ്ഞത് ഏഴാമനായിട്ട് അരുണനും. അപ്പോൾ 1-മനായി താമ്രനും, 2-മനായി അന്തരീക്ഷനും, 3-മനായി ശ്രവണനും, 4-മനായി വിഭാവസുവും, 5-മനായി വസുവും, 6-മനായി നഭസ്വാനും, 7-മനായ അരുണനും എന്നെടുക്കണം നമ്മൾ. 7-മനെ മാത്രം സപ്തമഃ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അതുപോലെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ 7 പുത്രന്മാരാണ് മുരാസുരനുണ്ടായിരുന്നത്. താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു, നഭസ്വാൻ, അരുണശ്ച. അപ്പൊ എന്തായാലും ഈ 7 പേരും പീഡനെ മുൻനടത്തിക്കൊണ്ട്, പീഡൻ എന്ന സേനാനായകനെ അനുഗമിച്ചുകൊണ്ട് ഈ 8 പേരുടെ നേതൃത്വത്തില് ഭൗമാസുരന്റെ സൈന്യം ഭഗവാനെ, ഏകനായ ഭഗവാനെ, ഏകൻ എന്ന് പറഞ്ഞാൽ ഗരുഡോപരി സത്യഭാമ സമേതനായ ഭഗവാനെ ആക്രമിക്കാനായിക്കൊണ്ട് നിർഗമിച്ചു വന്നു. നമുക്ക് തുടരാം. പ്രായുഞ്ജദാസാദ്യ ശരാൻ അസീൻ ഗദാഃ ശക്തിർഷ്ടി ശൂലാന്യജിതേരുഷോൽബണാഃ തച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈഃ അമോഘവീര്യഃ തിലശശ്ച കർത്തഃ. പ്രായുഞ്ജദാസാദ്യ ശരാൻ അസീൻ ഗദാഃ ശക്തിർഷ്ടി ശൂലാന്യജിതേരുഷോൽബണാഃ തച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈഃ അമോഘവീര്യഃ തിലശശ്ച കർത്തഃ. അപ്പോ അവരെല്ലാവരും സമീപിച്ച് ഭഗവാന്റെ നേരെ പാഞ്ഞു വന്ന് പലതരത്തിലുള്ള ആയുധങ്ങളെ പ്രയോഗിച്ചു. ഭഗവാൻ അതിനെയെല്ലാം എൾമണി പ്രായമാക്കി എന്നാണ് ഇതിലെ കഥ. അപ്പോ രുഷാ ഉൽബണാഹ ആസാദ്യ. രുഷ എന്ന് പറഞ്ഞാൽ രോഷത്തോടു കൂടിയവരായിട്ട്. കാരണം മുരാസുരനെ പോലെ ശക്തനായിട്ടുള്ള ഒരാളെ, നരകാസുരന് ഏറ്റവും പ്രിയപ്പെട്ട ആളെ വധിച്ചിരിക്കുകയാണ്. ആ മുരാസുരന്റെ മക്കൾ തന്നെയാണ് 7 പേര്. അപ്പൊ അവർക്ക് കോപം ഉണ്ടാവാതിരിക്കൂ? അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാര ബുദ്ധിയോടുകൂടെ, രോഷത്തോടുകൂടെ, രുഷാ ദേഷ്യത്തോടുകൂടെ, ഉൽബണാഹ ഭയങ്കരന്മാരാണവര്. ഉൽബണം എന്നാൽ ഭയങ്കരം. അപ്പൊ ഭയങ്കരന്മാരായിട്ടുള്ളവര് ആസാദ്യ
ഭഗവാന്റെ അടുത്തേക്ക് സമീപിച്ചിട്ട് നടത്താം. അജിതന്റെ നേർക്ക്, ആരാലും ജയിക്കപ്പെടാത്തവനായ ഭഗവാന്റെ നേർക്ക് ഏതൊക്കെ ആയുധങ്ങളെ പ്രയോഗിച്ചു? ശക്തി, ഋഷ്ടി, ശൂലാനി, ശരാൻ, അസീൻ, ഗദാഹ, പ്രായുഞ്ചത പ്രയോഗിച്ചു. എന്തൊക്കെയാ പ്രയോഗിച്ചത്? ശക്തി എന്ന് പറയുന്ന വേല്, ഒറ്റ മുഖമുള്ള കുന്തങ്ങളാണ് ശക്തികൾ. അതുപോലെ ഋഷ്ടി എന്ന് പറയുന്ന ആയുധങ്ങൾ, ശൂലം എന്ന് പറഞ്ഞാൽ കവർച്ചങ്ങളുള്ളതായിട്ടുള്ള ത്രിശൂലങ്ങൾ, ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ശക്തി, ഋഷ്ടി, ശൂലം. ശരങ്ങൾ, വില്ലാളി വീരന്മാരെ അസ്ത്രങ്ങളെയും, അസീൻ വാളുകളെയും, ഗദാഹ ഗദകളെയും പ്രായുഞ്ചത പ്രയോഗിച്ചു. ഇപ്പോൾ ഓരോരുത്തരും ഏതേത് ആയുധങ്ങളിലാണോ പ്രവീണന്മാരായിരിക്കുന്നത് അവരവരുടെ കയ്യിലുള്ള ആ ആയുധങ്ങളെയെല്ലാം ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. ഭഗവാൻ ആരാ? അമോഘ വീര്യ. ഭഗവാന്റെ വീര്യം അമോഘം. അമോഘം എന്ന് പറഞ്ഞാലോ ഒരിക്കലും പാഴായി പോകാത്തതല്ല മോഘം. മോഘം എന്നാൽ വ്യർത്ഥം. അമോഘം ന വ്യർത്ഥം. ഭഗവാൻ എന്ത് ചെയ്താലും എല്ലാം ഫലിക്കും. അതുകൊണ്ട് ഭഗവാൻ ആരാണ്? അമോഘ വീര്യ, അമോഘ പരാക്രമ, അമോഘ കർമ്മ. എന്ത് ചെയ്താലും അമോഘമാവാത്തവൻ. അങ്ങനെയുള്ള അമോഘവീര്യനായിട്ടുള്ള ഭഗവാൻ സ്വമാർഗണൈഹി തച്ഛസ്ത്രകൂടം തിലശഃ ചകർത്ത. ആശ്ചര്യം എന്ന് ശുകബ്രഹ്മർഷി പറയണം. അപ്പോ സ്വമാർഗണൈഹി, സ്വകീയങ്ങളായ മാർഗണങ്ങളെ കൊണ്ടുള്ള, മാർഗണം എന്ന് പറഞ്ഞാൽ അസ്ത്രം എന്നർത്ഥം. ലക്ഷ്യത്തെ നോക്കി പോകുന്നത്, മാർഗണം ചെയ്യുന്നത് കൊണ്ട് മാർഗണം. അപ്പോ സ്വമാർഗണൈഹി, തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഭഗവാൻ തച്ഛസ്ത്രകൂടം, അവരുടെ ആയുധ സമൂഹത്തെ, അവർ പ്രയോഗിച്ചതായിട്ടുള്ള എല്ലാ ആയുധങ്ങളുടെയും സമൂഹത്തെ, തിലശഃ, തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ്. തിലത്തിൽ നിന്ന് ഭവിക്കുന്നത് കൊണ്ടാണ് എള്ളെണ്ണയ്ക്ക് തൈലം എന്ന് പേര്. എള്ളെണ്ണ മാത്രമാണ് വാസ്തവത്തിൽ തൈലം. മറ്റുള്ളതിനൊക്കെ അല്ലേ ആ പേര് ആരോപിതമായി രൂഢ്യായി വന്നു ചേർന്നതാണ്. മറ്റെണ്ണകളൊക്കെ തൈലമായത് വന്നു ചേർന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ തൈലം എന്നാൽ തിലേഭവം, തിലാതുഭവം എന്നൊക്കെ അർത്ഥമാണ്. എള്ളിൽ നിന്ന് ഭവിച്ചത്, എള്ളിലുള്ളത്. അപ്പൊ എള്ളെണ്ണയാണ് തൈലം. സീസെയിം ഓയിൽ അത് മാത്രം. ബാക്കിയുള്ളതൊക്കെ തൈലം എന്ന് ആരോപിച്ച് വിളിക്കുന്നതാണ്. സ്നേഹം എന്ന് വിളിക്കാം അവയെ. അപ്പൊ എന്തായാലും തിലശഃ എന്ന് പറഞ്ഞാലോ എള്ളുപോലെ, എള്ളിൻ മണി പോലെ എന്നർത്ഥത്തിലാണ് തിലശഃ. അത്രയും ചെറുതായിട്ട് ചകർത്ത കൃന്ദനം ചെയ്തു. കൃന്ത് ധാതുവിന്റെ രൂപാന്തരമാണ്, ലിട്ട് രൂപമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് ചകർത്ത. കൃന്ദനം ചെയ്തു, മുറിച്ചു കളഞ്ഞു, പൊടിച്ചു കളഞ്ഞു എന്നൊക്കെ. എല്ലാ ആയുധങ്ങളും എൺമണിപ്രായമായി നശിപ്പിച്ചു കളഞ്ഞു ഭഗവാൻ എന്നർത്ഥം അല്ലേ. നമ്മുടെ എന്താ പറയുക, എന്താണ് ഇന്നാൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളും മിസൈലുകളും എന്തൊക്കെ വന്നതിനെയൊക്കെ ഭാരതം അതിൻ്റെ പ്രതിരോധ ആയുധങ്ങളെ കൊണ്ട് പൊടിച്ച് തകർത്ത് കളഞ്ഞതുപോലെ എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ആശയങ്ങളൊക്കെ ഈ നമ്മുടെ പ്രാചീന യുദ്ധ തന്ത്രങ്ങളിൽ നിന്ന്, അതിലുള്ള ആയുധങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആവാം എന്ന്. എന്തായാലും തിലശഃ ചകർത്ത, എൺമണി പ്രായമാക്കി തകർത്ത് കളഞ്ഞൂത്രേ എന്ന് ആശ്ചര്യത്തോടെ പറയണ ശ്രീ ശുകബ്രഹ്മർഷി. താൻ പീഠമുഖ്യാൻ അനയത് യമക്ഷയം നികൃത്ത ശീർഷോരുഭുജാംഗ്രിവർമ്മണഃ സ്വാനീകപാൻ അച്യുതചക്രസായകൈഃ തഥാ നിരസ്താൻ നരകോധരാസുതഃ. താൻ പീഠമുഖ്യാൻ അനയത് യമക്ഷയം നികൃത്ത ശീർഷോരുഭുജാംഗ്രിവർമ്മണഃ
സ്വാനീകപാൻ അച്യുതചക്രസായകൈഃ തഥാ നിരസ്താൻ നരകോധരാസുതഃ നിരീക്ഷ്യ ദുർമർഷണഃ എന്ന് തുടരണം. നരകോധരാസുതഃ നിരീക്ഷ്യ എന്ന് അടുത്ത ശ്ലോകത്തിലേക്കും പോകണം. എന്തായാലും ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. അപ്പൊ താൻ പീഡമുക്യാൻ, ആ പീഡൻ എന്ന സേനാനായകൻ മുമ്പിൽ നടക്കുന്ന ആ സൈന്യത്തെ മുതലായവരെ, മുരാസുരന്റെ 7 മക്കളെയും പീഡനെയും പീഡമുക്യാൻ യമക്ഷയം അനയത്. ആര്? ഭഗവാൻ അവരെ യമക്ഷയത്തിലേക്ക് നയിച്ചു. യമക്ഷയം എന്ന് പറഞ്ഞാൽ യമലോകം തന്നെ, മൃത്യുവിന്റെ പുരം, തെക്ക് ദിക്കിലേക്ക് യമലോകത്തേക്ക് നയിച്ചു. എങ്ങനെയുള്ളവരാക്കിയിട്ട്? നികൃത്ത ശീർഷ ഊരു ഭുജ അംഗ്രിവർമ്മണഃ. അവരുടെ ശീർഷങ്ങൾ നികൃത്തം എന്ന് പറഞ്ഞാൽ നിതരാം കൃത്തം എന്ന് പറഞ്ഞാൽ കൃന്ദനം ചെയ്യപ്പെട്ടത്, മുറിക്കപ്പെട്ടത്. ശ്ലോകം 14. അപ്പൊ നികൃത്ത ശീർഷം, മുറിക്കപ്പെട്ട ശിരസോടും, ഊരു എന്ന് പറഞ്ഞാൽ തുടകളോടും, ഭുജം കൈകളോടും, അംഗ്രി പാദങ്ങളോടും, വർമ്മ കവചങ്ങളോടും. വർമ്മ എന്നാൽ അവരുടെ മാറിലെ കവചങ്ങൾ, അതൊക്കെ പൊട്ടിച്ചു ഭഗവാൻ. അപ്പൊ മാറും പിളർന്നു. അപ്പൊ അവരുടെ ശിരസ്സുകൾ, തുടകൾ, കൈകൾ, പാദങ്ങൾ, കവചങ്ങൾ എല്ലാം മുറിച്ച് അവരെ, പീഡമുഖ്യന്മാരായിട്ടുള്ളവരെ യമലോകത്തേക്ക് അയച്ചു. അപ്പോ യമക്ഷയം അനയത് എന്ന് പറഞ്ഞു. അച്യുത ചക്രസായകൈഃ തഥാ നിരസ്താൻ. അച്യുതന്റെ, ചുതിയില്ലാത്ത നാശമില്ലാത്തവനായ ഭഗവാന്റെ ചക്രം കൊണ്ടും സായകങ്ങളെ കൊണ്ടും അസ്ത്രങ്ങളെ കൊണ്ടും തഥാ നിരസ്താൻ, അപ്രകാരം നിരസിക്കപ്പെട്ട അഥവാ നശിപ്പിക്കപ്പെട്ടവരായിട്ടുള്ള അനീകപാൻ തന്റെ അനീകങ്ങളുടെ പാലകന്മാരെ, തന്റെ സൈന്യത്തിന്റെ പതികളെ. ചമൂപതി പോലെ തന്നെ അനീകം എന്ന് പറഞ്ഞാലും സൈന്യമാണ്. അനീകിനി എന്നും സൈന്യത്തിന്റെ പേര്. അതിനെ പാലനം ചെയ്യുന്നവൻ അനീകപൻ. അപ്പൊ അതിൽ ദ്വിതീയ ബഹുവചനം അനീകപന്മാരെ എന്നർത്ഥത്തിൽ അനീകപാൻ, സ്വാനീകപാൻ. തന്റെ സൈന്യാധിപന്മാരൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത്. ധരാസുതഃ നരകഃ നിരീക്ഷ്യ എന്ന് അടുത്ത ശ്ലോകത്തിൽ കണക്ഷൻ. ധരാസുതനായ ഭൂമിപുത്രനായ നരകാസുരൻ കണ്ടിട്ട് അടക്കാൻ പറ്റാത്ത കോപത്തോടുകൂടെ ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വരികയാണ്. അതാണ് 15-ാം ശ്ലോകം. നിരീക്ഷ്യ ദുർമർഷണ ആശ്രവൻ മദൈഃ ഗജൈഃ പയോധിപ്രഭവൈർനിരാക്രമത് ദൃഷ്ട്വാ സഭാര്യം ഗരുഡോപരിസ്ഥിതം സൂര്യോപരിഷ്ടാത് സതടിർഗണം യദാ കൃഷ്ണം സ തസ്മൈ വ്യസൃജത് ശതഘ്നീം യോധാശ്ച സർവേ യുഗപത്സ വിവ്യദുഃ. നിരീക്ഷ്യ ദുർമർഷണ ആശ്രവന്മദൈഃ ഗജൈഃ പയോധിപ്രഭവൈർനിരാക്രമത് ദൃഷ്ട്വാ സഭാര്യം ഗരുഡോപരിസ്ഥിതം സൂര്യോപരിഷ്ടാത് സതടിർഗണം യദാ കൃഷ്ണം സ തസ്മൈ വ്യസൃജത് ശതഘ്നീം യോധാശ്ച സർവേ യുഗപത്സ വിവ്യദുഃ. അപ്പൊ തന്റെ സേനാനായകന്മാർ ഭഗവാന്റെ ചക്രത്താലും മറ്റ് സായകങ്ങളാലും നശിപ്പിക്കപ്പെട്ടവരായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട്. ദുർമർഷണ, മർഷിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുകയാണ്. ദുർമർഷണ, സഹിക്കാൻ പറ്റാത്തവനായിട്ട്, അസഹിഷ്ണുവായിട്ട് എന്തൊക്കെ ചെയ്തു? ആശ്രവന്മതൈഃ പയോധിപ്രഭവൈഃ ഗജൈഃ നിരാക്രമത്. നിരാക്രമത് നിഷ്ക്രമിച്ചു എന്ന് തന്നെയാണ്. നിഷ്ക്രമിക്കുക, പുറത്തേക്ക് വരിക. നിഹി ആക്രമത്. ആക്രമത് എന്ന് പറഞ്ഞാൽ ക്രമിക്കുക, പാദവിക്ഷേപം ചെയ്യുക. അപ്പോൾ അവിടെ പുറത്തേക്ക് വന്നു, നിർഗമിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ആര്? ഈ ദുർമർഷണനായ നരകാസുരൻ. എങ്ങനെയാ വന്നത്? കുറെ ആനകളോടുകൂടി വന്നു. ഗജൈഹി നിരാക്രമത്. ഈ ഗജങ്ങളെ വിശേഷിപ്പിച്ചതാണ് 2 വിശേഷണങ്ങള്. ആശ്രവൻ മദൈഹി പയോധിപ്രഭവൈഹി.
ആശ്രവൻ മതൈഹി എന്ന് പറഞ്ഞാൽ മതം ആശ്രവിക്കുന്ന, മതമൊഴുകുന്ന, ആസമന്താത് ശ്രവിക്കുകയാണ് എന്ത്? മതജലം. അപ്പൊ മതം പൊട്ടിയ പോലെയുള്ളതായിട്ടുള്ള കൂറ്റൻ ആനകൾ, ഗംഭീര ഗജവീരന്മാര്, പയോധി പ്രഭവൈഹി, അവര് സമുദ്രത്തിൽ നിന്നുണ്ടായവരാണ് ഈ ആനകൾ എന്നാ പറയുന്നത്. പയോധിയാണ് അവയുടെ പ്രഭവസ്ഥാനം. സമുദ്രത്തിൽ നിന്നുണ്ടായ ഐരാവത സദൃശന്മാരെന്നർത്ഥം. ഐരാവതം പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നതാണ് അല്ലേ? അതുപോലെ ഉച്ചൈസ്രവസ് പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്ന കുതിരയാണ്. അതുപോലെ സമുദ്രത്തിൽ നിന്നുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ സൈന്ധവം എന്ന് കുതിരകൾക്ക് പ്രത്യേക വിശേഷണങ്ങളുണ്ട്. സിന്ധുദേശത്ത് ഭവിച്ചത് എന്നും സിന്ധുവിൽ നിന്ന് ഭവിച്ചത് എന്നും അർത്ഥത്തില് കുതിരകളെ സൈന്ധവങ്ങൾ എന്ന് പറയാറുണ്ട്. അതുപോലെ ഇവിടെ സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് പയോധിപ്രഭവൈഹി ഗജൈഹി നിരാക്രമത്. അപ്പൊ അനേക ഗജങ്ങളിലാണ് ഇദ്ദേഹം ഒന്നിച്ച് ഗജസൈന്യത്തോടു കൂടിയിട്ടാണ് നരകാസുരൻ പുറത്തേക്ക് വന്നത്. ഭഗവാനെ കാണുകയാണ്. എങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ? സൂര്യോപരിഷ്ടാത് സതടിദ്ഗനം യഥാ ഗരുഡോപരിസ്ഥിതം സഭാര്യം കൃഷ്ണം ദൃഷ്ട്വാ. കൃഷ്ണനെ ദൃഷ്ട്വ, കൃഷ്ണം ദൃഷ്ട്വ. എങ്ങനെയുള്ള കൃഷ്ണനെ? ഗരുഡോപരിസ്ഥിതം, ഗരുഡന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നവനും, സഭാര്യം കൃഷ്ണം, ഭാര്യാസമേതനായ സത്യഭാമാസമേതനായ കൃഷ്ണനെ കണ്ടിട്ട് ദേഷ്യം വരികയാണ്, ഭഗവാനെ ആക്രമിക്കുകയാണ്. അപ്പൊ ഈ ഭഗവാനെ ഉപമിച്ചു. എങ്ങനെ ഉപമിച്ചു? സൂര്യോപരിഷ്ടാത് സതടിദ്ഗനം യഥാ. അതുപോലെയാണ് ഭഗവാനെ കണ്ടത് എന്ന യഥാ. ഏതുപോലെ? സൂര്യോപരിഷ്ടാത് സതടിദ്ഗനം യഥാ. സൂര്യന്റെ മുകളില് ഒരു മേഘം, ആ മേഘത്തിന്റെ ചേർന്ന് മിന്നൽ. എങ്ങനെയിരിക്കും ആ ഒരു ചന്തം? ഇവിടെ ആരാ സൂര്യൻ? ഗരുഡനെ സൂര്യനോട് ഉപമിച്ചിരിക്കുകയാണ്. കാരണം ഗരുഡന്റെ സ്വർണ്ണ നിറമാണ്, നല്ല ഉദിച്ചുയരുന്ന സ്വർണ്ണ നിറമുള്ളതായിട്ടുള്ള സൂര്യനെ പോലെ ഗരുഡൻ. ആ ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാൻ കറുകറുന്നാണ് അല്ലെ? മേഘം പോലെ. ഭഗവാനെ മേഘത്തോട് ഉപമിച്ചിരിക്കുന്നു. കൂടെ ഇരിക്കുന്ന സത്യഭാമയോ, സത്യഭാമയും നന്ന മിന്നൽ കൊടി പോലെ തിളങ്ങുന്നവളാണ്. അപ്പൊ സത്യഭാമയുടെ വർണ്ണം മിന്നൽ പോലെ, ഭഗവാന്റെ വർണ്ണം മേഘം പോലെ. സുപർണൻ അഥവാ ഗരുഡൻ നല്ല സൂര്യ തേജസ്സോടുകൂടെ ജ്വലിക്കുന്നു. അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ പൊങ്ങി നിൽക്കുന്ന സൂര്യന്റെ മുകളിലെ ഒരു മേഘം പോലെ, മേഘത്തോട് ചേർന്ന് ഒരു മിന്നൽ പോലെ. ഈ മൂന്ന് പേരും കൂടി ഒരു കാഴ്ച, ഒരു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച എല്ലാവരും ഉള്ളിൽ കാണുക. അപ്പൊ ഇങ്ങനെ ഗരുഡന്റെ മുകളിൽ തന്റെ ഭാര്യയോടുകൂടിയിരിക്കുന്ന കൃഷ്ണനെ ദൃഷ്ട്വാ സഹ തസ്മൈ ശതഗ്നീം വ്യസൃജത്. സഹ എന്ന് പറഞ്ഞാൽ നരകാസുര, തസ്മൈ ഭഗവതേ, ഭഗവാന്റെ നേർക്കായിക്കൊണ്ട് ശതഗ്നീം വ്യസൃജത്. ശതഗ്നി എന്ന് പറയുന്ന ഒരു ആയുധം, 100 പേരെ ഒരേ സമയം കൊല്ലാൻ കഴിവുള്ളത്, 100 തരത്തിൽ പ്രഹരിക്കുന്നത് എന്നൊക്കെ അർത്ഥാണ് ശതഗ്നി. ശതപ്രകാരേണ ഹനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശതഗ്നി എന്ന് പറയുന്ന ആയുധത്തെ വ്യസൃജത്, ഭഗവാന്റെ നേരെ വിസർജിച്ചു അഥവാ വിട്ടു. യോധാഹാച സർവേ യുഗപത് വിവ്യതുഹു. മറ്റ് യോദ്ധാക്കളും അസുര സൈന്യവും യുഗപത് ഒരേ സമയം എല്ലാവരും സർവേ വിവ്യതു, ഭഗവാന്റെ നേരെ ആയുധങ്ങൾ എയ്തു, ബാണങ്ങൾ എയ്തു. എല്ലാവരും ഒരേ സമയം ചുറ്റിൽ നിന്ന് ഭഗവാനെ ആക്രമിക്കുകയാണ്. ഇദ്ദേഹം ശതഗ്നി എന്ന് പറഞ്ഞ ആയുധമാണ് നരകാസുരൻ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചത്. തദ്ഭൗമസൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രബാജൈർനിശിതൈശിലീമുഖൈഃ നികൃത്തബാഹൂരുശിരോദ്രവിഗ്രഹം ചകാര തർഹ്യേവ ഹതാശ്വകുഞ്ചരം. തദ്ഭൗമസൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രബാജൈർനിശിതൈശിലീമുഖൈഃ നികൃത്തബാഹൂരുശിരോദ്രവിഗ്രഹം ചകാര തർഹ്യേവ ഹതാശ്വകുഞ്ചരം. ഗദാഗ്രജഃ ഭഗവാൻ തർഹ്യേവ വിചിത്രവാജൈഃ നിശിതൈഃ ശിലീമുഖൈഃ തദ്ഭൗമസൈന്യം നികൃത്തബാഹൂരുശിരോദ്രവിഗ്രഹം
ഹതാശ്വകുഞ്ചരം ചകാര. ഭഗവാൻ ചകാര ചെയ്തു. എന്താക്കി ചെയ്തു? ആ സൈന്യത്തെ നശിപ്പിച്ചു എന്ന് പറയണം. അപ്പോ ഗദാഗ്രജ എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചു. ഗദന്റെ ജ്യേഷ്ഠനായ ഭഗവാൻ കൃഷ്ണൻ തർഹിയേവ, ഉടനെ തന്നെ അവരെല്ലാം ആയുധം ഒന്നിച്ച് പ്രയോഗിച്ചപ്പോൾ തിരിച്ചടിക്കുകയാണ് ഭഗവാൻ. വിചിത്രവാചൈഹി, ഭഗവാന്റെ കയ്യിലുള്ള അസ്ത്രങ്ങൾക്കൊക്കെ ചിത്രവർണ്ണങ്ങളുള്ള തൂവലുകൾ, അതിന് വാചം എന്ന് പറഞ്ഞാൽ ചിറകുകൾ, തൂവലുകൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ വിചിത്രവാചൈഹി എന്ന് പറഞ്ഞാൽ ചിത്രവർണ്ണങ്ങളുള്ള പലതരത്തിലുള്ള തൂവലുകൾ പിടിപ്പിച്ച ബാണങ്ങൾ. ബാണങ്ങളുടെ പിന്നിൽ തൂവലുകൾ ഉണ്ടാവും. ആ വിചിത്രവാചൈഹി നിശിതൈഹി ശിലീമുഖൈഹി, നല്ല മൂർച്ചയേറിയതായിട്ടുള്ള ബാണങ്ങൾ കൊണ്ട്. ശിലീമുഖം ബാണം. അപ്പൊ ബാണങ്ങളെ കൊണ്ട് തദ്ഭൗമ സൈന്യം, ആ ഭൗമന്റെ നരകാസുരന്റെ സൈന്യത്തെ നികൃത്ത ബാഹൂരു ശിരോദ്ര വിഗ്രഹം, നികൃത്തം നിതരാം കൃന്ദനം ചെയ്തത്, നന്നായി മുറിച്ചത്. എന്താ മുറിച്ചത്? ബാഹുക്കൾ, കൈകൾ, ഊരു, തുടകൾ, ശിരസ് അല്ലെങ്കിൽ ശിരോദ്രം എന്ന് പറഞ്ഞാൽ കഴുത്ത്, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ ശരീരവും കഴുത്തും കൈകളും കാലുകളും അഥവാ ഊരുക്കളും എല്ലാം മുറിക്കപ്പെട്ടതാക്കിയിട്ട് ഹത അശ്വകുഞ്ചരം, അവരുടെ വാഹനങ്ങളായ അശ്വങ്ങളെയും കുഞ്ചരങ്ങളെയും അഥവാ ആനകളെയും കുതിരകളെയും എല്ലാം ഹനിച്ചു, നശിപ്പിച്ചു. അങ്ങനെയുള്ളതാക്കിയിട്ട് ചകാര. അപ്പോ തദ്ഭൗമസൈന്യം നികൃത്തബാഹൂരു ശിരോദ്ര വിഗ്രഹം ചകാര ഹതാശ്വകുഞ്ചരം ശകാര, നശിച്ച ആനകളോടും കുതിരകളോടും കൂടിയാക്കി ചെയ്തു. മറ്റുള്ള സേനകളുടെ മുഴുവൻ അവയവങ്ങളെല്ലാം ഛേദിച്ച് നശിച്ചവരാക്കി ചെയ്തു. യാനി യോധൈഃ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഃ ഹരിസ്ഥാനി അച്ഛിനത്തീക്ഷ്ണൈഃ ശരൈഃ ഏകൈകശസ്ത്രിഭിഃ. യാനി യോധൈഃ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഃ ഹരിസ്ഥാന്യച്ഛിനത്തീക്ഷ്ണൈഃ ശരൈർ ഏകൈകശസ്ത്രിഭിഃ. ഹേ കുരുദ്വഃ, അല്ലയോ കുരുവംശത്തെ വഹിക്കുന്നവനെ പരീക്ഷിത്തേ, യോധൈഃ യാനി ശസ്ത്രാസ്ത്രാണി പ്രയുക്താനി, യോധൈഹി യോദ്ധാക്കളാൽ, യാനി ഏതേത്, ശസ്ത്ര അസ്ത്രാണി പ്രയുക്താനി, ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും. ശസ്ത്രങ്ങൾ കൈവിട്ട് കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്നത്, അസ്ത്രങ്ങൾ കൈവിട്ട് പ്രയോഗിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ആ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രങ്ങളും അസ്ത്രങ്ങളെയും പ്രയോഗിച്ചവയെല്ലാം താനി, അതിനെയെല്ലാം ഏകൈകശഃ തീക്ഷ്ണൈഹി ത്രിഭിഹി ശരൈഹി ഹരിഹി അച്ഛിനത്. ആ ഹരി ഭഗവാൻ താനി, അവർ പ്രയോഗിച്ച ഓരോന്നിനെയും ഏകൈകശഃ ഓരോന്നായിട്ട് തീക്ഷ്ണൈഹി ത്രിഭിഹി ശരൈഹി, മൂർച്ചയേറിയ 3 ശരങ്ങളെ കൊണ്ട്. അപ്പോൾ അവർ പ്രയോഗിച്ച ഒരു ആയുധത്തിന് ഭഗവാൻ 3 ഇരട്ടിയാണ് പ്രയോഗിക്കുന്നത്. 3 അസ്ത്രങ്ങളെ കൊണ്ട് ഓരോന്നിനെയും കഷ്ണങ്ങളാക്കി ഖണ്ഡിച്ചു. അപ്പൊ അതിനുശേഷമാണ് സൈന്യത്തെ നശിപ്പിക്കുന്നത്. അപ്പൊ ആയുധങ്ങളെയെല്ലാം കഷ്ണമാക്കി ഭഗവാൻ മുറിച്ചു കളഞ്ഞു. അതിനുശേഷം സൈന്യങ്ങളെയെല്ലാം വധിച്ചു കളഞ്ഞു എന്നർത്ഥം. ഭഗവാന്റെ പരാക്രമം. യാനി യോധൈഃ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഃ ഹരിസ്ഥാന്യച്ഛിനത്തീക്ഷ്ണൈഃ ശരൈർ ഏകൈകശസ്ത്രിഭിഃ. ഉഹ്യമാനഃ സുപർണേന പക്ഷാഭ്യാം നിഘ്നദാ ഗജാൻ ഗരുത്മതാ ഹന്യമാനാഃ തുണ്ഡപക്ഷനഖൈർഗജാഃ. ഉഹ്യമാനഃ സുപർണേന പക്ഷാഭ്യാം നിഘ്നദാ ഗജാൻ ഗരുത്മതാ ഹന്യമാനാഃ തുണ്ഡപക്ഷനഖൈർഗജാഃ. സുപർണേന ഉഹ്യമാനഃ, ഗരുഡനാൽ വഹിക്കപ്പെടുന്നവനായ ഭഗവാൻ, പക്ഷാഭ്യാം ഗജാൻ നിഘ്നദാ ഗരുത്മതാ തുണ്ഡപക്ഷനഖൈഃ ഗജാഃ ഹന്യമാനാഃ. ഭഗവാന്റെ വാഹനമായ ഗരുഡനും യുദ്ധത്തിൽ എങ്ങനെ പങ്കുചേർന്നു എന്ന് പറയണ. ആ വാഹനമായ ഗരുഡൻ പക്ഷാഭ്യാം, തന്റെ ചിറകുകളെ കൊണ്ട് ഗജാൻ നിഘ്നത ഗരുത്മത, ആനകളെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ഗരുഡന്റെ ശരീര വലുപ്പവും ശക്തിയുടെയും മുമ്പില് ഈ ആനകളൊന്നുമല്ല. അപ്പൊ ആനകളെയൊക്കെ വല്ല എന്താ പറയുക, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പന്തിനെ അടിക്കും പോലെ
അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ബാറ്റ് കൊണ്ട് പന്തിനെ അടിക്കും പോലെ ഗരുഡൻ ഈ ആനകളെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അതാണ് ഗജാൻ നിഗ്നതാ ഗരുത്മത. ഗജങ്ങളെ നിഹനിക്കുന്ന അടിക്കുന്ന ഗരുഡനാൽ തുണ്ടപക്ഷ നഖൈഹി ഗജാഹ ഹന്യമാനാഹ. തുണ്ടം ചുണ്ട്, ഗരുഡന്റെ കൊക്കുകൊണ്ടും പക്ഷങ്ങൾ ചിറകുകൾ കൊണ്ടും നഖങ്ങളെ കൊണ്ടും ഗജാഹ ഹന്യമാനാഹ ആനകൾ കൊല്ലപ്പെടുന്നവയായി ഭവിച്ചു. അപ്പോൾ അനേകം ആനകളെ ഗരുഡനും വധിച്ചു എന്നർത്ഥം. തൻ്റെ ചുണ്ടുകൊണ്ടും നഖങ്ങൾ കൊണ്ടും ചിറകുകൾ കൊണ്ടും. അത്ര ശക്തനാണ് ഗരുഡൻ എന്ന് പറയാം. വലിയ വലിയ ഗരുഡന്മാരും പരുന്തുകൾക്കൊക്കെ നല്ല ശക്തിയാണ്. നമ്മൾ പല ഡിസ്കവറി ചാനൽ പോലെയുള്ളതിലൊക്കെ കാണാം. സമുദ്രത്തിലും മറ്റുമൊക്കെയുള്ള വലിയ മീനുകളെ, സ്രാവുകളെയൊക്കെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പറക്കുന്നത്. ഇവയേക്കാൾ ശരീര ഭാരമുള്ളതായിരിക്കും, ഈ പക്ഷിയേക്കാൾ ഭാരമുള്ളതായിരിക്കും ഈ വലിയ മത്സ്യങ്ങൾ. പക്ഷെ അതിനെ ഒറ്റ എന്താ പറയുക, അതിൻ്റെ നഖം കൊണ്ട് കോർത്തെടുത്ത് എത്രയോ ദൂരം കഷ്ടപ്പെട്ട് പറന്നു പോകുന്നത് കാണാം. എന്നിട്ട് എവിടെയെങ്കിലും മരക്കൊമ്പത്തോ എവിടെയെങ്കിലും കൊണ്ടുവച്ച് അതിനെ കഷ്ണമാക്കും. നല്ല ശക്തിയുള്ള പക്ഷികളാണ് ഈ പരുന്തുകളും ഗരുഡനുമൊക്കെ. ഇവിടെ ഭഗവാന്റെ ഗരുഡൻ അതിശക്തനാണ്. ആനകളെയൊക്കെ നിസ്സാരമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. കൊക്കുകൊണ്ടും നഖം കൊണ്ടും ചിറകുകളെ കൊണ്ടും. ഉഹ്യമാനസുപർണേന പക്ഷാഭ്യാം നിഗ്നതാ ഗജാൻ ഗരുത്മതാ ഹന്യമാനാഹ തുണ്ടപക്ഷനഖൈർഗജാഹ പുരമേവാവിശൻ ആർത്താഹ നരകോ യുധ്യയുധ്യത ദൃഷ്ട്വാ വിദ്രാവിദം സൈന്യം ഗരുഡേനാർദിദം സ്വകം. പുരമേവാവിശൻ ആർത്താഹ നരകോ യുധ്യയുധ്യത ദൃഷ്ട്വാ വിദ്രാവിദം സൈന്യം ഗരുഡേനാർദിദം സ്വകം. അപ്പൊ ഇങ്ങനെ പീഡിതരായിട്ടുള്ള നരകാസുരന്റെ സൈന്യം പേടിച്ച് പിന്തിരിഞ്ഞോടുകയാണ്. അതാണ് ആർത്താഹ പുരമേവ അവിശന്ന്. ആർത്തരായ, ഭീതരായ, ദുഃഖിതരായ നരകാസുരന്റെ സൈന്യവും ആനകളും വരണ്ടോടും അല്ലേ. അവരെല്ലാം കൂടി എവിടേക്ക് പോയി? പുരമേവ അവിശന്ന്. എല്ലാം പുരത്തിന്റെ അകത്തേക്ക് തന്നെ തിരിച്ചോടി പ്രവേശിച്ചു എന്നർത്ഥം. കോട്ടയ്ക്ക് വെളിയിലേക്ക് വന്നതൊക്കെ പുറത്തേക്ക് ഓടി. പുരമേവ അവിശന്ന് ഗരുഡേന അർദ്ദിതം ദൃഷ്ട്വ. തന്റെ ഈ സൈന്യം ഗരുഡനാൽ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് യുധി നരകഃ അയുധ്യത. ആ നരകാസുരൻ മാത്രം ഈ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാനോടും ഗരുഡനോടും യുദ്ധം ചെയ്തു ഏകനായിട്ട് എന്നർത്ഥം. മറ്റുള്ള സൈന്യത്തിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരൊക്കെ പിന്തിരിഞ്ഞ് പുരിയിൽ പ്രവേശിച്ചു. നരകാസുരൻ പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്യുന്നു. തം ഭൗമഃ പ്രാഹരശക്ത്യാ വജ്രഃ പ്രതിഹതോ യതഃ നാകമ്പതതയാ വിദ്ധോ മാലാഹതൈവദ്വിപഃ. തം ഭൗമഃ പ്രാഹരശക്ത്യാ വജ്രഃ പ്രതിഹതോ യതഃ നാകമ്പതതയാ വിദ്ധോ മാലാഹതൈവദ്വിപഃ. അപ്പൊ ഈ നരകാസുരന്റെ ദേഷ്യം മുഴുവൻ ഗരുഡനോടായി. തന്റെ ഗജ സൈന്യത്തെയും അസുര സൈന്യത്തെയും എല്ലാം കണക്കില്ലാതെ കൊന്നൊടുക്കുന്നത് കണ്ട് അവരെല്ലാം ഭയപ്പെട്ട് തിരിച്ചോടിയത് കണ്ടിട്ട് ഗരുഡനോട് ദേഷ്യം വന്നതായിട്ട് നരകാസുരൻ എന്ത് ചെയ്തു? തം എന്ന് പറഞ്ഞാൽ തം ഗരുഡം എന്നർത്ഥം. ആ ഗരുഡനെ ഭൗമഃ പ്രാഹരത് ശക്തിയാ പ്രാഹരത്. നരകാസുരൻ തന്റെ കയ്യിലുള്ള ശക്തി എന്ന് പറയുന്ന വേലുകൊണ്ട് ഗരുഡന്റെ നേരെ പ്രഹരിച്ചു. ഏതാണ് ഈ ശക്തി എന്ന് വിശേഷിപ്പിക്കുകയാണ്. വജ്രഃ പ്രതിഹതോ യതഃ. നരകാസുരൻ ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തപ്പോ ഇന്ദ്രന്റെ വജ്രായുധം നരകാസുരന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അതിനെ എതിരിട്ടത്, തിരിച്ചടിച്ചത് ഈ വേലുകൊണ്ടാണ്. ഏത് ശക്തി കൊണ്ടാണോ? അപ്പോൾ വജ്രായുധത്തെ നിഷ്പ്രഭമാക്കിയ
അതിശക്തിയേറിയ വേലാണ് ഈ നരകാസുരന്റെ ഈ ആയുധം. അങ്ങനെയുള്ള ശക്തിയേറിയ വേലുകൊണ്ട് ഗരുഡന്റെ നേരെ പ്രഹരിച്ചു. എന്നാൽ തയാ വിദ്ദഃ നാകമ്പത, തയാ വിദ്ദഃ, തയാ ശക്തിയാ വിദ്ദഃ, ആ വേലിനാൽ ശക്തിയാൽ വേധിക്കപ്പെട്ടിട്ടും പ്രഹരിക്കപ്പെട്ടിട്ടും നാകമ്പത, ഒന്ന് ചലിക്കുക പോലും ചെയ്തില്ല, ഒന്ന് കുലുങ്ങിയില്ല ആര്? ഗരുഡൻ. ഏതുപോലെയായിരുന്നു? മാലാഹതഃ ഇവ ദ്വിപഃ. ദ്വിപഃ എന്ന് പറഞ്ഞാൽ ആന. ആനയെ ഒരു മാല കൊണ്ടടിച്ചാൽ ആനയ്ക്ക് വേദനിക്കുമോ? മാല കൊണ്ട് പ്രഹരിച്ച ആനയെ പോലെ നിസ്സാരമായി ഈ ഗരുഡൻ ഈ നരകാസുരന്റെ ഈ വലിയ വേലിന്റെ പ്രഹരത്തെ സഹിച്ചു. ഒന്നുകൂടെ നരകാസുരനെ പ്രവോക്ക് ചെയ്യലാവുന്നത്. കാരണം ഇന്ദ്രന്റെ വജ്രായുധത്തെ തടുത്ത വേലാണ്. അത്രയും ശക്തിയുള്ള വേലുകൊണ്ട് പ്രഹരിച്ചിട്ട് ഗരുഡൻ ഒരു കൂസലുമില്ല, ഒരു മാല കൊണ്ടടിച്ച ആനയെപ്പോലെ നിൽക്കുന്നു. ശൂലം ഭൗമോച്യുതം ഹന്തുമാതത്തെ വിദധോദ്യമഃ തദ്വിസർഗാത് പൂർവമേവ നരകസ്യ ശിരോ ഹരിഃ അപാഹരദ്ഗജസ്തസ്യ ചക്രേണക്ഷുരനേമിനാ. ശൂലം ഭൗമോ അച്യുതം ഹന്തുമാതത്തെ വിദധോദ്യതഃ തദ്വിസർഗാത് പൂർവമേവ നരകസ്യ ശിരോ ഹരിഃ അപാഹരദ്ഗജസ്തസ്യ ചക്രേണക്ഷുരനേമിനാ. അപ്പോ ഭൗമഃ അച്യുതം ഹന്തും ശൂലം മാതതേ. ആ ഭൗമൻ അച്യുതനെ ഹനിക്കാനായിട്ട് വേറൊരു ശൂലമെടുത്തു, 3 കവർച്ചങ്ങളുള്ള ശൂലത്തെ എടുത്തു. ശൂലം മാതതേ. എന്നാൽ വിതതോദ്യമഃ, വിതതമായ ഉദ്യമത്തോടു കൂടിയവനായി ഭവിച്ചു. എന്നുവെച്ചാൽ ന തഥാഭവത്, അവൻ വിചാരിച്ച പോലെ നടന്നില്ല. അവന്റെ ഉദ്യമം വിതതം, വിതതം എന്ന് പറഞ്ഞാൽ വിഗതമായ ഭാവത്തോടു കൂടിയത്, ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത്, നിഷ്ഫലമായത് എന്നർത്ഥം. നിഷ്ഫലമായ ഉദ്യമത്തോടു കൂടിയവനായിട്ട് തദ്വിസർഗാത് പൂർവമേവ, അവൻ അതിനെ വിസർജിക്കുന്നതിന് മുമ്പ്, പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ, ശൂലം കയ്യെന്ന് വിടുന്നതിന് മുമ്പ് തന്നെ ഹരിഹി ക്ഷുരനേമിന ചക്രേണ ഗജസ്തസ്യ നരകസ്യ ശിരഃ അപാഹരത്. ഹരി, ഭഗവാൻ എന്തും ഹരിക്കുന്നവനാണ്. ഇവിടെ എന്തിനാ ഹരിക്കുന്നത്? നരകാസുരന്റെ ശിരസ്സിനെ ഹരിച്ചു. എങ്ങനെ? ചക്രേണ. എങ്ങനെയുള്ള ചക്രത്താൽ? ക്ഷുരനേമിന ചക്രേണ, നല്ല മൂർച്ചയുള്ള നേമിയോട് കൂടിയത്, അരങ്ങളോട് കൂടിയത്, ധാരയോട് കൂടിയത്. അപ്പൊ മൂർച്ചയേറിയ ധാരകളോട് കൂടിയ തന്റെ ചക്രം കൊണ്ട് ഗജസ്തസ്യ നരകസ്യ, ആനപ്പുറത്തിരിക്കുന്നവനായ നരകാസുരന്റെ ശിരഃ അപാഹരത്, ശിരസിനെ അപഹരിച്ചു, ചക്രം കൊണ്ട് മുറിച്ചെടുത്തു എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ നരകാസുരവധം നടത്തി. ഇപ്പൊ കൂടെ സത്യഭാമയുണ്ട്. ഇത് വേറെ മറ്റു പുരാണങ്ങളിൽ പലയിടത്തും ഈ നരകാസുരവധം കുറച്ചുകൂടി വിശദമായിട്ട് പറയുമ്പോൾ അവിടെ സത്യഭാമ പോലും യുദ്ധം ചെയ്യുന്നുണ്ട്. ഭഗവാൻ നരകാസുരന്റെ ഒരു ഗദാപ്രഹരമോ മറ്റേ ഏറ്റ് മോഹാത്സ്യം ബാധിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഭഗവാൻ മോഹാത്സ്യം ബാധിച്ചവനെ പോലെ ആയപ്പോൾ സത്യഭാമ തന്നെ ആയുധമെടുത്ത് നരകാസുരനോട് യുദ്ധം ചെയ്യും. അപ്പോഴാണ് സത്യഭാമ മനസ്സുകൊണ്ട് ഇവനെ ശപിക്കുന്നത്, ഇവൻ മരിച്ചു കിട്ടിയാൽ മതി എന്ന്. ആ സമയത്താണ് ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ് തൻ്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ തിരിച്ചു വന്ന് നരകാസുരനെ വധിക്കുന്നത്. ഇങ്ങനൊരു വരികളുടെ ഇടയിൽ വായിക്കാനുള്ളത് ഉണ്ട്. സത്യഭാമയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. ആ സത്യഭാമയുടെ ഇച്ഛ ഈ നരകാസുരൻ വധിക്കാനായിട്ട് ഉണ്ടാവുന്നുണ്ട്, നരകാസുരനെ വധിക്കാനായിട്ടുണ്ട്. ഏത് പുരാണത്തിലാണ് ഞാൻ കണ്ടതെന്ന് ഓർമ്മയില്ല, വായിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ അത് കാണുന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് നരകാസുരവധം ഭഗവാൻ നടത്തിയത്. സകുണ്ടലം ചാരു കിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലത് ഹാഹേരി സാദ്വിതി ഋഷയഃ സുരേശ്വരാഃ
മാല്യൈർമുകുന്ദം വികിരന്ത ഏടിരേ സകുണ്ടലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലത് ഹാഹേതി സാധു ഇതി ഋഷയഃ സുരേശ്വരാഃ മാല്യൈർമുകുന്ദം വികിരന്ത ഏടിരേ. അങ്ങനെ ഇവന്റെ ശിരസ്സറ്റു. ആ ശിരസ് എങ്ങനെ ജ്വലിച്ചു? സകുണ്ടലം ചാരുകിരീടഭൂഷണം പൃഥിവ്യാം പതിതം സമുജ്വലത് ബഭൗ. അവന്റെ കാതിലെ കുണ്ടലങ്ങളൊക്കെ ഉണ്ട്. ചാരുകിരീടഭൂഷണം, മനോഹരങ്ങളായ കിരീടം കൊണ്ട് അവന്റെ ശിരസ് അലങ്കരിച്ചിട്ടുണ്ട്. എന്തുണ്ടായിട്ട് എന്താണ്? എവിടെയപ്പോ കിടക്കണത്? സ്ഥാനത്തല്ല ഇരിക്കുന്നത്. പിന്നെയോ പൃഥിവ്യാം പതിതം, ഭൂമിയിൽ പതിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ശിരസ് സമുജ്വലത് ബഭൗ, നന്നായി ഉജ്ജ്വലിക്കുന്നതായി ശോഭിച്ചു. ആകാശത്തുനിന്ന് വല്ല ഉൽക്കകൾ വീണതോ എന്ന് തോന്നും പോലെ ഭൂമിയിൽ ശോഭിക്കുകയാണ് ഇവന്റെ ശിരസ്. ആ കിരീടം കൊണ്ടും കുണ്ടലങ്ങൾ കൊണ്ടും ശോഭിക്കുന്നു. ആ സമയത്ത് സുരേശ്വരാഹ ഋഷയഃ ഹാ ഹാ ഇതി സാധു ഇതി മാല്യൈഹി മുകുന്ദം വികിരന്തഃ ഈഡിരേ. ആകാശത്ത് ഈ യുദ്ധം കാണുന്നവരായിട്ടുള്ള സുരേശ്വരാഹ ദേവന്മാര്, ദേവന്മാരിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും ഋഷയഃ ഋഷീശ്വരന്മാരും ഹാ ഹാ ഇതി, ഇത്രയും ശക്തനായിട്ടുള്ള നരകാസുരന് ഈ ഒരു ഗതി വന്നൂലോ എന്ന് അവന്റെ പാപങ്ങൾ തന്നെയാണ് അവന്റെ മരണകാരണം. കഷ്ടം കഷ്ടം. സാധു ഇതി, ദേവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സാധു നന്നായേ ഉള്ളൂ, ഈ ദുഷ്ടനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരം തീർന്നു. സാധു ഇതി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാല്യൈഹി, മാലകളെ കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ടൊക്കെ മുകുന്ദം വികിരന്തഃ, മുകുന്ദനായ ഭഗവാന്റെ നേരെ വികിരണം ചെയ്യുന്നവരായി വിതറുന്നവരായി ഈടിരേ സ്തുതിച്ചു എന്നർത്ഥം. അപ്പോ ദേവന്മാരും ഋഷീശ്വരന്മാരും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്തജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയത് പ്രാചേദസം ഛത്രമധോ മഹാമണിം. തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്തജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയത് പ്രാചേദസം ഛത്രമധോ മഹാമണിം. അനന്തരം ഭൂമിദേവി വരികയാണ് കൃഷ്ണന്റെ അടുത്തേക്ക്. എന്തൊക്കെയായിട്ട്? തൊണ്ടി മുതലുകളുമായിട്ട്. അഥവാ നരകാസുരൻ എന്തൊക്കെയാണോ അപഹരിച്ചെടുത്തത്, ആ അപഹരിച്ച വസ്തുക്കളെല്ലാം ഭൂമിദേവി കൊണ്ടുവന്ന് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. അതാണ് തതശ്ച ഭൂഹു. അനന്തരം ഭൂമിദേവി കൃഷ്ണമുപേത്യ, കൃഷ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് കൃഷ്ണനെ അപ്പോഴേക്കും നരകാസുരന്റെ അമ്മയായ ഭൂമിദേവി ഇതെല്ലാം എടുത്തുകൊണ്ടുവന്നു. എന്തൊക്കെ? കുണ്ടലേ, 2 കുണ്ടലങ്ങൾ. എങ്ങനെയുള്ള കുണ്ടലേ? പ്രതപ്ത ജാംബൂനദരത്ന ഭാസ്വരേ. പ്രതപ്ത ജാംബൂനദം, ജാംബൂനദം സ്വർണം. പ്രതപ്ത ജാംബൂനദം നല്ലതുപോലെ എന്താ പറയുക, ഉലയിലിട്ട് തപിപ്പിക്കുന്നതായിട്ടുള്ള സ്വർണം, ജ്വലിക്കുന്നതായിട്ടുള്ള സ്വർണം. അതുപോലെ ഉള്ളതും സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഭാസ്വരേ, രത്നം കൊണ്ടും ഭാസിക്കുന്നതായിട്ടുള്ള 2. ഭാസ്വരം ഏകം, ഭാസ്വരേ ദ്വേ 2. ഭാസ്വരേ കുണ്ടലേ, കുണ്ടലം ഏകം, കുണ്ടലേ ദ്വിവചനം. അപ്പൊ പ്രതപ്ത ജാംബൂനദരത്ന ഭാസ്വരേ കുണ്ടലേ, 2 കുണ്ടലങ്ങളെയും സ വൈജയന്ത്യാവനമാലയാർപ്പയത്, വൈജയന്തി എന്ന വനമാലയോടുകൂടിയും പ്രാചേതസം ഛത്രം. ഇവിടെ ഛത്രം ആരുടേതാണ്? പ്രചേതസ്സിന്റെ. പ്രചേതസ് വരുണനാണ്. അപ്പൊ വരുണന്റെ ഛത്രം നരകാസുരൻ അപഹരിച്ചിരുന്നു, അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അതാണ് പ്രാചേതസം ഛത്രം അധോ മഹാമണിം അർപ്പയത്. ഇപ്പൊ മഹാമണി എന്നതൊരു രത്നം. മേരു ശിഖരത്തിൽ നിന്ന് മന്ദരം എന്ന ആ മഹാമണി
ഇദ്ദേഹം അപഹരിച്ചത് കൃഷ്ണന്റെ പാദങ്ങളിൽ വെച്ച് ഭൂമിദേവി സമർപ്പിച്ചു. എന്തൊക്കെയാണോ നരകാസുരൻ അപഹരിച്ചു കൊണ്ടുപോയത് അതെല്ലാം കൊണ്ടുവന്ന് കാൽക്കൽ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇതിന് വന്നത്. അപ്പൊ ഇനി കൂടുതൽ കൃഷ്ണൻ ആക്രമിക്കാതിരിക്കണം. ആരേ? ഈ നരകാസുരന്റെ മകനുണ്ട് ബാക്കി, നരകാസുരന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഭൂമിദേവിയുടെ പൗത്രനാണ് നരകാസുരന്റെ മകൻ, മര്യാദക്കാരനാണ്. ഭഗവാൻ ഇനിയും ഈ സാധനങ്ങൾ തൊണ്ടി മുതലുകൾ കിട്ടിയില്ലെങ്കിൽ ഈ പ്രാഗ്ജ്യോതിഷപുരത്തെ മുഴുവൻ നശിപ്പിക്കുകയും അവിടെയുള്ള ആളുകളെയൊക്കെ കൊല്ലുകയും ചെയ്താലോ എന്നുള്ള പേടി. നരകാസുരന്റെ മകന്റെ പേരാണ് ഭഗദത്തൻ. ആ ഭഗദത്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിദേവി ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ആദ്യമേ ഭഗവാന്റെ പാദങ്ങളിൽ വെച്ചു. തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്ത ജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയത് പ്രാജേതസം ഛത്രമധോ മഹാമണിം അസ്തൗഷീത് അധ വിശ്വേശം ദേവീ ദേവവരാർച്ചിത് പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തിപ്രവണയാധിയാ. അസ്തൗഷീത് അധ വിശ്വേശം ദേവീ ദേവവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തിപ്രവണയാധിയാ. അധ അനന്തരം ദേവി എന്ത് ചെയ്തു? ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, ദേവി ദേവവരാർച്ചിതം വിശ്വേശം പ്രണത പ്രാഞ്ജലി ഭക്തിപ്രവണയാധിയ അസ്തൗഷീത്. അസ്തൗഷീത് എന്ന് പറഞ്ഞാൽ സ്തുതി ചെയ്തു. എങ്ങനെയൊക്കെയാണ് സ്തുതി ചെയ്തത് എന്ന് വിശദമായി പറയുകയാണ്. ആ ദേവി ദേവവരാർച്ചിതം വിശ്വേശം, ദേവവരന്മാരാൽ പോലും അർച്ചിക്കപ്പെടുന്നവനായ വിശ്വനായകനായ ഭഗവാനെ, വിശേഷനായ ഭഗവാനെ പ്രണത പ്രണമിക്കുന്നവളായിട്ട്, നമസ്കരിച്ചവളായിട്ട്, പ്രാഞ്ജലി അഞ്ജലി കൂപ്പുന്നവളായിട്ട്, രണ്ട് കയ്യും കൂപ്പി തൊഴുതുകൊണ്ട്, ഭക്തിപ്രവണയാധിയ ഭക്തി കൊണ്ട് പ്രേരിതമായ ബുദ്ധി, പ്രേമാർദ്രമായിട്ടുള്ള ഭക്തി പരവശമായ ബുദ്ധിയോടുകൂടെ, അന്ധക്കരണത്തോടുകൂടെ, ആർദ്രമായ ഹൃദയത്തോടുകൂടെയൊക്കെ അസ്തൗഷീത് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭക്തി പരവശയായി ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ ഭൂമിദേവിയുടെ സ്തുതി. ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ഭൂമിദേവിയുടെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി ആരംഭിക്കുന്നു. ഭഗവാനെ നമസ്കരിക്കുന്നു. നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ആരാണ്? ദേവദേവേശ, ദേവദേവന്മാർക്കും ഈശനായിരിക്കുന്നവനെ. ദേവന്മാരുണ്ട്, ദേവന്മാർക്കും മുകളിലുള്ള ദേവദേവന്മാരുണ്ട്, അവരെയും ഈശിക്കുന്നവനാണ് ദേവദേവേശ. അപ്പൊ ദേവന്മാര്, ഇന്ദ്രാദി ദേവന്മാര്, ദേവദേവന്മാരെന്ന് പറഞ്ഞാൽ മഹാദേവൻ, ബ്രഹ്മദേവൻ മുതലായവര്, അവർക്കും ഈശൻ, അവരെയും നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. ദേവദേവേശ ശംഖചക്ര ഗദാധര. ഭഗവാൻ വിഷ്ണുവിന്റെ രൂപം തന്നെ ശംഖം, ചക്രം, ഗദ മുതലായത് ധരിച്ചവനും, ഭക്തേച്ഛോപാത്ത രൂപായ ഭക്തന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപത്തെ സ്വീകരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ആദ്യത്തെ രണ്ടും സംബോധനയാണ്. ദേവദേവേശ, ശംഖചക്ര ഗദാധര രണ്ടും സംബോധന. ഭക്തേച്ഛോപാത്ത രൂപായ എന്നുള്ളത് ചതുർത്ഥി നമസ്കാരം എന്ന് പറയാം. അപ്പോൾ ഭക്തന്മാർക്ക് അവരുടെ ഇച്ഛ പൂർത്തിക്ക് വേണ്ടി രൂപം ധരിക്കുന്നവനെ, അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച രൂപത്തെ സ്വീകരിക്കുന്നവനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഹേ പരമാത്മൻ, പരമാത്മാവായിരിക്കുന്നവനെ, അതും സംബോധനയാണ്. പരമാത്മാവായിട്ടുള്ള എല്ലാവരുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് തേ നമഃ നമോസ്തുതേ. അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ, അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ.
നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോഭാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. കുന്തി സ്തുതിയിലും വരുന്നതായിട്ടുള്ള വരികളാണിത്. പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമഃ പങ്കജാംഗ്രയേ നമഃ പങ്കജാംഗ്രയേ തേ നമഃ. പങ്കജനാഭായ നമഃ. പങ്കജം നാഭിയിലുള്ളവൻ, ലോകരൂപമായിട്ടുള്ള ആ താമര ആരുടെ നാഭിയിൽ നിന്നാണോ വന്നത്, ഏതൊരു നാഭിയിൽ നിന്നാണോ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പോലും ഉദ്ഭവിച്ചത്, ആ പങ്കജനാഭനായിക്കൊണ്ട് പത്മനാഭനായിക്കൊണ്ട് നമസ്കാരം. പങ്കജമാല ധരിച്ചിരിക്കുന്നവന്, താമരമാല ധരിച്ചവന് നമസ്കാരം. താമര പോലെയുള്ള കണ്ണുകളോടുകൂടിയവന് പങ്കജനേത്രനായ ഭഗവാന് നമസ്കാരം. പങ്കജാംഗ്രയേ, അംഗ്രി പാദം, പാദം പങ്കജം പോലെ മൃദുവായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ താമര പോലെയുള്ള പാദങ്ങളോടുകൂടിയ ഭഗവാന് നമസ്കാരം. നമസ്തേ പങ്കജാംഗ്രയേ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ഭഗവതേ തുഭ്യം നമഃ വാസുദേവായ തുഭ്യം നമഃ വിഷ്ണവേ തുഭ്യം നമഃ പുരുഷായ തുഭ്യം നമഃ ആദിബീജായ തുഭ്യം നമഃ പൂർണ്ണബോധായ തേ നമഃ. ഭഗവാന്റെ വിവിധങ്ങളായ ഭാവങ്ങളെ വീണ്ടും നമസ്കരിക്കുകയാണ്. ഭഗവതേ തുഭ്യം നമഃ. സർവ ഐശ്വര്യ പരിപൂർണനായ ഭഗങ്ങളെല്ലാം തികഞ്ഞവനായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായ എല്ലാ ഭഗങ്ങളും ആരിൽ പൂർണ്ണമായിട്ടുണ്ടോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. വാസുദേവായ നമഃ. എല്ലാറ്റിലും വസിക്കുന്നവനാണ്, എല്ലാവർക്കും ആശ്രയഭൂതനാണെന്ന്, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണ്, വസുദേവ പുത്രനുമാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. വിഷ്ണവേ നമഃ. സർവവ്യാപിയായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കുന്നവനായ അങ്ങേക്ക് നമസ്കാരം. പുരുഷായ നമഃ. പൂർണ്ണനായ അങ്ങേക്ക് നമസ്കാരം. എല്ലാ പുരികളിലും എല്ലാ ശരീരങ്ങളിലും ശയിക്കുന്നവനായ അങ്ങേക്ക് നമസ്കാരം. ആദിബീജായ നമഃ. എല്ലാറ്റിനും ആദി കാരണഭൂതനായ, എല്ലാറ്റിനും മുമ്പേ അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് തന്നെയാണ് ഈ ലോകത്തിന് മുഴുവൻ ബീജം, സനാതനമായ ബീജം. അങ്ങനെയുള്ള കാരണഭൂതനായ അങ്ങേക്ക് നമസ്കാരം. പൂർണ്ണബോധായ നമഃ. എപ്പോഴും ജ്ഞാനപരിപൂർണനായിരിക്കുന്ന, അല്പം പോലും അജ്ഞാനത്തിന്റെ തമസ്സിന്റെ നിഴൽ പോലും ഇല്ലാത്തവനായ, എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു കാണുന്നവനായ, എല്ലാം അറിയുന്നവനായ, സർവജ്ഞനായ അങ്ങേക്ക് നമസ്കാരം. പൂർണ്ണബോധായ തേ നമഃ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ഭഗവാനെ വിവിധ നാമങ്ങളെ കൊണ്ട് വീണ്ടും അർച്ചിക്കുന്നു. പരാവരാത്മൻ, പരവും അപരവും ആയിരിക്കുന്ന വസ്തുക്കളുടെ ഒക്കെ ആത്മാവായിരിക്കുന്നവനെ. പരമെന്നാൽ കാരണം, അപരമെന്നാൽ കാര്യം. പരമെന്നാൽ മുമ്പേ ഉണ്ടായിരുന്നത്, അപരം പിന്നീടുണ്ടായത്. അപ്പൊ കാര്യകാരണ രൂപമായിരിക്കുന്ന സകലത്തിലും ആത്മാവായി, എല്ലാറ്റിൻ്റെയും അസ്തിത്വമായി എല്ലാറ്റിനെയും നിലനിർത്തുന്നവനെ, ആദിയിൽ മുതൽക്ക് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനെ അങ്ങേക്ക് നമസ്കാരം. പരാവരാത്മൻ.
ഭൂതാത്മൻ, ഭൂതങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നവനാണ്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങൾക്കും ആത്മാ അങ്ങാണ്. ഈ ഉണ്ടായിരിക്കുന്ന സൃഷ്ടിജാലങ്ങളെല്ലാം ഭൂതങ്ങളാണ്. അവയ്ക്കെല്ലാം ആത്മാ അങ്ങാണ്. എല്ലാറ്റിൻ്റെയും അസ്തിത്വം അങ്ങാണ്. ഭൂതാത്മൻ പരമാത്മൻ, ഏറ്റവും വലിയ ആത്മസ്വരൂപനായിരിക്കുന്നവനെ, സർവജീവാത്മാക്കളുടെയും അന്തര്യാമിയായി ആത്മാവായി പ്രകാശിക്കുന്നവനെ, പരമാത്മൻ നമോസ്തുതേ അനന്തശക്തയേ, അളവില്ലാത്ത ശക്തിക്ക് ഉറവിടമായിരിക്കുന്നവനെ. എല്ലാ ശക്തികളും അങ്ങയുടെ മാത്രം ശക്തി തന്നെയാണ്. അങ്ങ് ഓംനി പൊട്ടൻ്റാണ്. എല്ലാ ശക്തിയും തികഞ്ഞവനാണ്. അനന്തശക്തയെ, അങ്ങയുടെ ശക്തികൾ എത്ര എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ബ്രഹ്മണേ നമഃ, ഏറ്റവും വലിയവനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങയിലാണ് എല്ലാം ഉൾക്കൊള്ളുന്നത്. അങ്ങ് എല്ലാറ്റിനെയും ഉള്ളിൽ വഹിക്കുന്ന ബ്രഹ്മമാകുന്നു. അസ്യ ജനയിത്രേ, അസ്യ ജഗതഃ, ഈ ലോകത്തിന്റെ ജനയിത്രേ, ജനയിതാവ്, പിതാവായിരിക്കുന്നത് അങ്ങ് തന്നെ. എല്ലാറ്റിന്റെയും പിതാവായിരിക്കുന്നവനും അജായ, എന്നാൽ സ്വയം ജനനമില്ലാത്തവനായ അങ്ങേക്ക് അങ്ങ് മുമ്പേ എപ്പോഴും ഉണ്ടായിരുന്നവനാണ്. അങ്ങയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങേക്ക് ഉത്ഭവമില്ല, എന്നുമുള്ളവനാണ്. അജായതേ നമോസ്തു, അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ, പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. തുടർന്നുള്ള ശ്ലോകങ്ങൾ വൈകുന്നേരം കാണാം. ഭൂമി സ്തുതി കുറച്ചുകൂടിയുണ്ട്, 3 ശ്ലോകങ്ങൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം, ഇതെല്ലാം വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈ അധ്യായം വൈകുന്നേരം പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.